ഹലോ, എല്ലാവർക്കും നമസ്കാരം കേട്ടോ. രാവിലെ എണീറ്റ് വരുമ്പോൾ തന്നെ നമുക്ക് തലയ്ക്ക് പ്രാന്തായിരിക്കും. ഇന്ന് എന്താ ഉണ്ടാക്കുക ബ്രേക്ക്ഫാസ്റ്റ് എന്ന് ഓർത്തിട്ട്. അപ്പോഴാണ് ഞാൻ ഓർത്തത് ഇന്നലെ മേടിച്ച സേമിയ ഇരിപ്പുണ്ട്, എന്നാൽ അത് വെച്ചിട്ടൊരു ഉപ്പുമാവ് ഉണ്ടാക്കാം. അതാകുമ്പോൾ ഉണ്ണികൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവം കേട്ടോ. അപ്പോൾ ഉപ്പുമാവിന് നമ്മളിത് സവാളയും അതുപോലെ തന്നെ മുളകും ഇഞ്ചിയും ഒക്കെ അരിഞ്ഞ് വെക്കുന്നുണ്ട് കേട്ടോ. എന്നും ഞാൻ നിന്നിട്ടല്ലേ വീഡിയോ എടുക്കാറ്. ഇന്ന് ഞാൻ സ്റ്റൂളിട്ടിട്ട് ഇരിക്കുകയാണ് കേട്ടോ. വേറെ ഒന്നല്ല, കാല് നല്ല വേദനയുണ്ട്. അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ ക്യാരറ്റ് ഉണ്ടായിരുന്നു, അപ്പോൾ അതും കൂടി അരിയുണ്ട് കേട്ടോ. വെളിച്ചടിക്കുന്നതുകൊണ്ട് കേട്ടോ ക്യാമറയിൽ വീഡിയോയിൽ അത് ക്ലിയർ ആവാത്തത്. ക്യാരറ്റ് കിട്ടിയാൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അതിരുന്ന് കഴിക്കും കേട്ടോ. അങ്ങനെ നമ്മുടെ ഉപ്പുമാവ് ഉണ്ടാക്കാനുള്ള വെർമിസെല്ലി, അതായത് നമ്മുടെ സേമിയ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത് പതിവ് പോലെ തന്നെ കടുക് പൊട്ടിക്കുക, പിന്നെ ഉഴുന്നും പരിപ്പ് ഇടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഉപ്പുമാവിൽ. അപ്പോൾ ഉഴുന്നും പരിപ്പ് ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ അതിലേക്ക് നമ്മുടെ ബാക്കി ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കുക. നമ്മൾ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ, അതെല്ലാതും ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇഞ്ചി നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇട്ടാൽ മതി. എനിക്ക് ഇഞ്ചി ഇടുന്നത് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ ഇഞ്ചി ചേർത്തത്. ചിലർ ഇഞ്ചി ഇടാറില്ല കേട്ടോ, ഇഞ്ചീനെ ഒഴിവാക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ ഇഞ്ചിയും പച്ചമുളകും സബോളയും എല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുത്തു. അപ്പം അമ്പൂര് അവിടെ നിന്ന് എന്തൊക്കെയോ സംശയം ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ എന്തോ അതിന് മറുപടിയും പറയുന്നുണ്ട്, ഇല്ലെങ്കിൽ പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കേ. അപ്പോൾ ആ മിക്സിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഞാൻ പട്ടാണി വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, നമ്മുടെ ഗ്രീൻ പീസ്. അത് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, കുട്ടികൾക്ക് മാത്രമല്ല എനിക്കും ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാൻ ആ പട്ടാണി വേവിച്ച് വെച്ചത് അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതവിടെ ഇരുന്ന് തിളക്കട്ടെ. പിന്നെ നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് അതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. വെള്ളം ചേർക്കുമ്പോൾ ഒരു കാര്യം നോക്കണം, ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പും ഇടയിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാൻ പിന്നെ ആദ്യമായിട്ട് ഉപ്പ് പാകമായിരുന്നത് കൊണ്ട് ഞാൻ പിന്നെ ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ. അപ്പം അങ്ങനെ ഇതിലേക്ക് മല്ലിയില കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ. എനിക്ക് മല്ലിയില ഫ്ലേവർ ഇഷ്ടമാണ്. അത് വരുമ്പോൾ ഉള്ളൊരു സ്മെല്ല് ഞാനതിങ്ങനെ മണത്ത് നോക്കും കേട്ടോ. എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ആ മല്ലിയിലയുടെ ആ ഒരു സ്മെല്ലുണ്ടല്ലോ, നല്ല രസമാണ് കേട്ടോ അത്. അപ്പം അതവിടെ ഇരുന്നിട്ട് നന്നായി തിളക്കട്ടെ. ആ തള നോക്കിയിട്ട് ഞാനും അവിടെ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ തള വന്ന് തുടങ്ങിയപ്പോൾ അതിലേക്ക് നമുക്ക് ഈ ഉപ്പുമാവിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കണ്ടേ. അതായത് സേമിയ പായസം വയ്ക്കാൻ മാത്രമല്ല ഇങ്ങനെയും ഒരു ഉപകാരം ഉണ്ടേ. അപ്പോൾ അതൊക്കെ അവിടെ ഇരുന്ന് റെഡി ആവട്ടെ. അപ്പം നമ്മുടെ സേമിയ അവിടെ ഇരുന്നിട്ട് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. എനിക്കാണെങ്കിൽ അതിൻ്റെ വെള്ളമൊക്കെ വറ്റി ഡ്രൈ ആയിട്ട് കഴിക്കുന്നതാണ് കുറച്ചും കൂടി ഇഷ്ടം. ഇവിടെ ഉണ്ണികൾക്കാണെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ ഇഷ്ടം കൂടുതൽ. അപ്പോൾ അതൊക്കെ റെഡിയാക്കി ഒന്നും കൂടെ വെള്ളം വലിയാൻ വേണ്ടി ഞാൻ വെച്ചേക്കാണ് കേട്ടോ. വെള്ളമൊക്കെ വലിഞ്ഞ് നമ്മുടെ ഉപ്പുമാവ് റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് രാവിലെ എന്തായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പം ഞങ്ങൾക്ക് ഇന്ന് ഇതായിരുന്നു കേട്ടോ, വെർമിസെല്ലിയുടെ ഉപ്പുമാവ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ ഒരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. ഓക്കെ, ബൈ.